السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى അവൻ ഇഷ്ടപ്പെടുന്നതായ മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഇൽമ അല്ലാഹു തആല നാഫിയാക്കി തരട്ടെ. നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഇരുലോക പ്രദാനം ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാൻ ആമുഖമായി ഒന്നും പറയുന്നില്ല, കുറച്ച് ഗൗരവമുള്ള കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനമുള്ള മോമിനീങ്ങളെ, ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു സംഗതിയാണ് കരുണ. ആ കരുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഇമാം റാസി ഇമാം റളിയല്ലാഹു തആല അൻഹു തഫ്സീറുൽ കബീറിൽ പറഞ്ഞത്, ആയത്തുൻ തളമ്മനത് ജമീഅ ശറായി, സകല ശറഇന്റെ എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ള ഒരു ആയത്തുണ്ടെങ്കിൽ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. എന്താണ് ബിസ്മിയിലുള്ളത്? ബിസ്മിയിലുള്ളത് കരുണയാണ്, റഹ്മത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയുള്ള എല്ലാത്തിനോടും നിങ്ങൾ കരുണ ചെയ്യുക, കിർഫ ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു തആല കരുണ ചെയ്യും, കിർഫ ചെയ്യും. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടം അടിമകളിൽ നിന്ന് കരുണ ചെയ്യലാണ്. മനുഷ്യനിക്കല്ല, എല്ലാ ജീവികൾക്കും കരുണ ചെയ്യാം. ഏറ്റവും വലിയ ഇബാദത്താണത്. ഇബാദത്ത് ചെയ്യുന്നവന്റെ കരുണ അല്ലാഹു സ്വീകരിക്കും. കരുണയില്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇബാദത്ത് ചെയ്യാത്തവന്റെ കരുണ അല്ലാഹു സ്വീകരിക്കും, കരുണയില്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെ തന്നെ നോക്ക്, വേശ്യ പെണ്ണ്, ആബിദത്തല്ല പെണ്ണ്, തമ്മാടിച്ചയായ ആസിയത്തായ ഒരു പെണ്ണ്. ഈ പെണ്ണ് നായക്ക് വെള്ളം കൊടുത്ത് റഹ്മത്ത് കരുണ ചെയ്തതിന്റെ കാരണം കൊണ്ട് സ്വർഗത്തിലായ കഥ മുത്തുനബി തങ്ങൾ പറയുന്നു. ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. ആബിദത്തല്ല, തമ്മാടിച്ചയായ ഒരു വേശ്യയായ ഒരു പെണ്ണാണ്. എന്നാൽ മുഗല്ലദായ നജിസ് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന്, അങ്ങനെയുള്ള ആ നജിസ്, അങ്ങനെയുള്ള ആ ജീവിക്ക് വെള്ളം കൊടുത്തപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ആ പെണ്ണ് സ്വർഗത്തിലാണ്. എന്നാൽ മറ്റൊന്ന്, കാനത്ത് ആബിദത്തും ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ ഒരു പെണ്ണുണ്ടായിരുന്നു. കാനത്ത് തസൂമുൻ നഹാറ വ തഖൂമുൽ ലൈൽ, ആ പെണ്ണ് രാത്രി പകല് മുഴുവനും നിന്ന് നിസ്കരിക്കും, രാത്രി മുഴുവൻ പകല് മുഴുവനും നോമ്പ് നോൽക്കും. രാത്രിയല്ല, ആ പെണ്ണ് നിന്ന് നിസ്കരിക്കും. നല്ലോണം നിസ്കരിക്കുന്ന പെണ്ണും നല്ലോണം നോമ്പ് നോൽക്കുന്നതായ പെണ്ണും. ഫകാനത്ത് ലഹാ ഇറത്തുൻ, ആ പെണ്ണിനൊരു പൂച്ചയുണ്ടായിരുന്നു. ഫറബത്തത് ഇറത്തഹ, അവൾ ആ പൂച്ചയെ കെട്ടിയിട്ടു. ലമാ മനാത്ത് സ്വലാത്തഹ വ ഇബാദത്തഹ,
അവളങ്ങനെ നിസ്കരിക്കുന്ന അവസരത്തിൽ ആ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും എന്താകും, ചാടി കളിക്കും. അങ്ങനെ ആ പെണ്ണെന്താക്കി, ആ പൂച്ചയെ പെണ്ണെന്താക്കും, ആ പൂച്ചയെ കെട്ടിയിട്ട് എനിക്ക് ഭക്ഷണം കൊടുത്തില്ല. ആ പൂച്ച അത് ചത്തുപോയി. അതിന്റെ കാരണം കൊണ്ട് ആ പെണ്ണ് എവിടേക്ക് കടന്നു? നരകത്തിലേക്ക് കടന്നു. മഹാദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, കരുണ വല്ലാത്ത ഒരു സംഗതിയാണ്. അല്ലാഹു തആല കരുണ ചെയ്യുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. നമുക്ക് പരിശുദ്ധ ഖുർആൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവരെ നിങ്ങൾ കണ്ടില്ലേ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. ആരാണത്? യതീമീനിക്ക് നല്ലത് ചെയ്തു കൊടുക്കൂല, അവരെ മോശമായി പെരുമാറും. യതീമിന്റെ കൂട്ടത്തിൽ ഇരിക്കൂല, അവരെ പരിഗണിക്കൂല, അവരെ സന്തോഷിപ്പിക്കൂല. മാത്രമല്ല വലാ യഉല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയില്ല, ഭക്ഷണം കൊടുക്കൂല. എന്ത് നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? യതീമിനെ പരിഗണിക്കൂല. പിന്നെന്തിനാണ് നിസ്കരിച്ചത്? അവന്റെ നിസ്കാരം ഒന്നും കാര്യവുമില്ല. എന്നിട്ട് ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നു, വയംനഊനൽ മാഊൻ, അയൽവക്കാർ അവരെ സഹായിക്കൂല. എന്നിട്ട് വായ്പ കൊടുക്കൂല, കത്തി കേട്ടെങ്കിൽ കത്തി കൊടുക്കൂല. ഉപകരിക്കുന്നതായ വസ്തു, മുളക, പഴുക, ഉപ്പോ, എന്താട്ട്, തലയാണിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂല. കരുണയില്ല, കിർഫ ചെയ്യൂല. അപ്പൊ കരുണയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. കരുണയാണ്. മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നു, ലാ തുൻസൗർ റഹ്മതു ഇല്ലാ മിൻ ശഖീൻ തുൻസൗർ റഹ്മതു ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല റഹ്മത്തിനെ ഊരിക്കളയും. മനുഷ്യൻ ദോഷിയാകുമ്പോഴാണ് അല്ലാഹു തആല കരുണയെ എടുത്തു കളയുന്നത്. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് റഹ്മത്തെ എടുത്തു കളഞ്ഞാൽ ദജ്ജാൽ ഇറങ്ങി വരും. ഒരു മനുഷ്യനെ കണ്ടുകൂടാ. മനുഷ്യൻ ദോഷിയാകുമ്പോഴാണ് കരുണയെ എടുത്തു കളയുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കരുണ വല്ലാതെ വലിയൊരു സംഗതിയാണ്. കാരണം കരുണ ഇല്ലാതായാൽ അത് ഭയങ്കരമായ ഒരു കാലഘട്ടമാണ്. പേടിക്കേണ്ട കാലഘട്ടമാണ്. എല്ലാവരും അഭയം തേടണം. നമ്മൾ ഈ ഭൂമിയിൽ അവസാനത്തെ ജനങ്ങളാവാൻ പാടില്ല. ഈ പോക്ക് കണ്ടാൽ അവസാനത്തെ ജനങ്ങളായി തോന്നും. ഉമ്മാരെ കൊല്ലുന്നുണ്ട്, സഹോദരിമാരെ കൊല്ലുന്നുണ്ട്, മയക്കുമരുന്നിന്റെ അടിമയായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ അത് നമ്മുടെ മുമ്പിലുണ്ട്. ലാ തഖൂമുസ്സാഅതു ഇല്ലാ അലാ അശ്റാറിൽ ഖൽഖ്. ജനങ്ങൾ വെറുത്തുകെട്ട അവസരത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. ഓരോ രാത്രിയിലും സമുദ്രം അല്ലാഹുവിനോട് സമ്മതം ചോദിക്കും 3 പ്രാവശ്യം. സമുദ്രം അല്ലാഹുവിനോട് സമ്മതം ചോദിക്കും, അല്ലാഹുവേ, ജനങ്ങളെ തമ്മാടികളായ ഒരുപാട് ജനങ്ങളുണ്ട്, അവരെ ഒന്ന് ഞാൻ നക്കിത്തുടക്കട്ടെയോ, അവരെ ഇല്ലാണ്ടാക്കട്ടെയോ എന്ന് എല്ലാ രാത്രിയിലും അല്ലാഹുവിനോട് 3 പ്രാവശ്യം സമുദ്രം, കടല് സമ്മതം ചോദിക്കും. 1 സെക്കൻഡ് 10 സെക്കൻഡ് മതി ഇല്ലാണ്ടാക്കാൻ വേണ്ടി. എല്ലാ രാത്രിയും അല്ലാഹുവിനോട് സമ്മതം ചോദിക്കും കടല്. ഞാൻ ഭൂമിയെ ശരിപ്പെടുത്തട്ടെ, എല്ലാ ജനങ്ങളെയും നശിപ്പിക്കട്ടെ അല്ലാഹ്.
എന്നിട്ട് അല്ലാഹു തആല പിടിച്ചു നിർത്തും അവന്റെ റഹ്മത്ത് കൊണ്ട്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അതുകൊണ്ട് എല്ലാവരോടും കിർവ കാണിക്കണം, കരുണ ചെയ്യണം. റഹ്മത്തിന്റെ ബത്താണ്, റഹ്മത്തിന്റെ ബത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കരുണ അല്ലാഹു തആല സ്വീകരണ. മുത്തുനബി തങ്ങൾ പറയുകയാണ്, ചെറിയവരെ ബഹുമാനിച്ചു, ചെറിയവരോട് കിർവ കാണിച്ചു. മുതിർന്നവരെ ഒരാൾ ബഹുമാനിച്ചു. ചെറിയവരോട് കിർവ കാണിച്ചാൽ, അവരോട് കാരുണ്യം കാണിച്ചാൽ, എന്നാൽ എന്താണ് അല്ലാഹു തആല പകരമായി നൽകുന്നത്? മുത്തുനബി തങ്ങൾ പറയുന്നത്, നാളെ എൻ്റെ കൂടെ അണിനിരക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ അവനിക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ കരുണയാണ് ഏറ്റവും വലുത്. അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. ഉറുമ്പിന്റെ വിശപ്പ് അടക്കിയാൽ പോലും നിനക്ക് സ്വർഗം കിട്ടും. ചരിത്രം ഞാൻ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. എല്ലാ ജീവികളോടും കരുണ കാണിക്കണം. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം അവറുകൾ മരണപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ സ്വപ്നം കാണുകയാണ്. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഉപകാരം കിട്ടിയത്, ഞാൻ കിതാബ് രചിക്കുന്ന അവസരത്തിൽ ഒരുപാട് മഷിക്കലുണ്ടായിരുന്നു. ആ മഷി വന്നുകൊണ്ട് രാത്രിയിൽ വന്ന് ഒരുപാട് പ്രാണികൾ അതിൽ നിന്ന് അതിനെ കുടിച്ചു തീർത്തു. അതിനെ ഞാൻ നാട്ടി ഓടിച്ചില്ല. അതിന്റെ കാരണം കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി സാധിച്ചു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിയായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നല്ലത് പറയുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തആല നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.